ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, റെഗുലേറ്റിംഗ് ആക്ട് 1773, ചാർട്ടർ ആക്ട് 1833, ചാർട്ടർ ആക്ട് 1853. ഓപ്ഷൻ ബി റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം. ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം 1813, 1773, 1774, 1784. ഓപ്ഷൻ സി 1774. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1926, 1919, 1921, 1923. ഓപ്ഷൻ എ 1926. താഴെ പറയുന്നവയിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാവ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ നേതാവ്: ജവഹർലാൽ നെഹ്റു, JB കൃപലാനി, മോത്തിലാൽ നെഹ്റു, BR അംബേദ്കർ. ഓപ്ഷൻ സി മോത്തിലാൽ നെഹ്റു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5, 6, 9, 7. ഓപ്ഷൻ ഡി 7. സൈമൺ കമ്മീഷന് എതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ലാത്തി ചാർജിൽ മരണപ്പെട്ട നേതാവ്: മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, T പ്രകാശം, വിഠൽഭായ് പട്ടേൽ. ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്: ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എഞ്ചിനില്ലാത്തതുമായ യന്ത്രമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിശേഷിപ്പിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു, CR ദാസ്, മദൻ മോഹൻ മാളവ്യ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ച പദ്ധതി. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ച പദ്ധതി: വേവൽ പ്ലാൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, ആഗസ്റ്റ് ഓഫർ. ഓപ്ഷൻ എ വേവൽ പ്ലാൻ. അർദ്ധ കേന്ദ്രീകൃതമെന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ആര്? മോറിസ് ജോൺസ്, ഐവർ ജെന്നിങ്സ്, KC വെയർ, പോൾ ആപ്ലബി. ഓപ്ഷൻ സി KC വെയർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, HC മുഖർജി, VT കൃഷ്ണമാചാരി, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ ഡി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ നക്കൽ അഥവാ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു, JB കൃപലാനി, BN റാവു, വസന്ത് കൃഷ്ണ വൈദ്യ. ഓപ്ഷൻ സി BN റാവു. ഇന്ത്യയുടെ ദേശീയ ഗീതം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം 1950 നവംബർ 26, 1950 ജൂലൈ 22, 1950 ജനുവരി 26, 1950 ജനുവരി 24. ഓപ്ഷൻ സി 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന ഏക ദളിത് വനിത: ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, സരോജിനി നായിഡു. ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഭരണഘടനാ ദിനം: ജൂലൈ 22, ജനുവരി 26, നവംബർ 24, നവംബർ 26. ഓപ്ഷൻ ഡി നവംബർ 26.
ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം 8, 10, 12, 22. ഓപ്ഷൻ എ 8. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്ന്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്ന്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, കാനഡ. ഓപ്ഷൻ ബി ഫ്രാൻസ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പഞ്ചാബ്, മണിപ്പൂർ, നാഗാലാൻഡ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി നാഗാലാൻഡ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. അമേരിക്ക, റഷ്യ, ഇന്ത്യ, ഫ്രാൻസ്. ഓപ്ഷൻ സി ഇന്ത്യ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, ബി.ആർ. അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? കെ.എം. മുൻഷി, നന്ദലാൽ ബോസ്, ജവഹർലാൽ നെഹ്റു, ജെ.ബി. കൃപലാനി. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്. 1947 ജൂലൈ 22, 1947 ജൂലൈ 11, 1947 ജൂലൈ 15, 1947 ജൂലൈ 24. ഓപ്ഷൻ എ 1947 ജൂലൈ 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര വട്ടം ഭേദഗതി ചെയ്യപ്പെട്ടു? 2, 1, 3, 4. ഓപ്ഷൻ ബി 1. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി. ഏണസ്റ്റ് ബാർക്കർ, എം ഹിദായത്തുള്ള, കെ.എം. മുൻഷി, എൻ.എ. പാൽക്കിവാല. ഓപ്ഷൻ സി കെ.എം. മുൻഷി. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സ്ഥിതി സമത്വം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? 44, 42, 41, 47. ഓപ്ഷൻ ബി 42.